ഇങ്ങനൊരവസ്ഥയിൽ പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പറയുക. ഇത്രയും നാൾ നീ ഇവിടെ എങ്ങനെ ജീവിച്ചു എന്ന് നിനക്കും ഞങ്ങൾക്കും അറിയാം. പുറത്ത് പറയാൻ പറ്റാത്ത ധാരാളം സംഭവങ്ങൾ നീ ആയിട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇപ്പോൾ നിനക്ക് സംഭവിച്ച ഈ അപകടം വരെ അതിൻ്റെയൊക്കെ പകരമായിട്ട് കിട്ടിയതാ. അത് മനസ്സിലാക്കി ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചാൽ കൊള്ളാം. അതല്ല, നിന്റെ പഴയ പകയും വിദ്വേഷം കൊണ്ട് നീ ഇവിടെ ജീവിക്കാനാണെങ്കിൽ നീ ബുദ്ധിമുട്ടും, വല്ലാതെ ബുദ്ധിമുട്ടും. അതെ, ഒരു കുടുംബത്തിൽ പെരുമാറേണ്ട ചില സാമാന്യ മര്യാദകളൊക്കെ ഉണ്ട്. അറിയില്ലെങ്കിൽ ദേ അർച്ചനോട് ചോദിച്ചാൽ മതി, അർച്ചന പറഞ്ഞുതരും. എടുത്തി ഓരോന്നും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവും കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയില്ല ഏട്ടത്തി ഉള്ളതെന്ന്. അതെനിക്ക് നല്ലപോലെ മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? നിനക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? മനസ്സിലാവില്ല. വേറെ ആർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല അർച്ചന. ഇനി നിനക്കതിനുള്ള വിധിയുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ഞാനത് ചവിട്ടി കലക്കും. അന്ന് മനസ്സിലാവും നിനക്ക് എന്റെ വേദന എത്രമാത്രമാണെന്ന്. നന്ദേട്ടൻ എന്നോട് ദേഷ്യപ്പെടണ്ട. നന്ദേട്ടൻ എന്നോട് സംസാരിക്കുന്നതും ഉപദേശിക്കുന്നതും ഒക്കെ ഞാൻ ചിലപ്പോ കേട്ടൂന്ന് വരും, അനുസരിക്കുകയും ചെയ്യും. അതുപോലെ ദേ ഇവളെന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട. എന്റെ വേദന അവക്ക് മനസ്സിലാവും പോലും. അങ്ങനെ മനസ്സിലാവുമെങ്കിൽ നീ എന്തിനാ നിന്റെ അനിയത്തെ കൊണ്ട് എന്നെ തള്ളിയിടിപ്പിച്ചത്? നീ ഇനി ഇവിടെ നിന്ന് എത്ര കണ്ണ് നിറച്ചു കഴിഞ്ഞാലും ഇതൊക്കെ നിന്റെ അഭിനയമാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോ അകത്ത് ചെന്ന് ഇതൊക്കെ അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ, ഗർഭിണിയായ നിന്റെ അനിയത്തെ അച്ഛൻ തന്നെ നടതള്ളു. പക്ഷേ ഞാനത് പറയില്ല. കാരണം എന്നോട് അവള് കാണിച്ച ക്രൂരതയ്ക്ക് ഈശ്വരൻ തന്നെ പകരം കൊടുത്തോളും. അത് കാണാൻ തന്നെയാ ഞാൻ ഈ വീട്ടിൽ കാത്തിരിക്കുന്നത്.